ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം TV പ്രേക്ഷകരെ, ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 14 മുതലുള്ള വചനഭാഗങ്ങളിൽ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവരെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോട് ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിപ്പാനായി പരസ്പരം പാപങ്ങളെ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. സഭ ദൈവികമായ എല്ലാ കൃപകളും വരദാനങ്ങളും കൂദാശകളിലൂടെ ഓരോ സഭാ മക്കൾക്കും നൽകുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ കൂദാശയും അത് ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ്. ഒരുപക്ഷെ ഈ വചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൂദാശയാണല്ലോ രോഗികളുടെ തൈലാഭിഷേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ സഭയുടെ 7 കൂദാശകളിൽ ഒന്നായിട്ട് ഇതിനെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. ഇതിൻ്റെ ഒരു തലങ്ങൾ അത് സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. പലപ്പോഴും ഇത് ഒരു ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ മാത്രം സ്വീകരിക്കുന്നൊരു കൂദാശയായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ എല്ലാ അപ്പോസ്തോലിക സഭകളും ഇതിനെ നോക്കിക്കാണുന്നത് ക്രിസ്തുവിൻ്റെ ആ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായ രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം ശ്ലീഹന്മാരെ ഭരമേൽപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്: നിങ്ങൾ വചനം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിട്ടാണ് ഓരോ സ്ലീഹന്മാരെയും തൻ്റെ ദൗത്യ മേഖലകളിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പിശാചിനെ ബഹിഷ്കരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 മേഖലകളിൽ സ്ലീഹന്മാരെ കർത്താവ് തൻ്റെ ദൗത്യം ഭരമേൽപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് രോഗികളുടെ ആ ഒരു വിശദീകരണവും അല്ലെങ്കിൽ സൗഖ്യദായകമായൊരവസ്ഥയും. ഇന്ന് പലപ്പോഴും അതിനെ തെറ്റായിട്ടൊക്കെ കുറച്ച് മനസ്സുകളിലൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കൂദാശയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ പലപ്പോഴും തയ്യാറാകാനുള്ള ഭയം പലരുടെയും മനസ്സുകളിൽ ആഴപ്പെടാറുമുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒന്നായിരുന്നു, ഞാൻ ആദ്യം ശുശ്രൂഷിച്ച ഒരു ദേവാലയത്തിൽ. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ കാലഘട്ടമാണ്. ശൂദാശകളൊക്കെ ചെയ്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഒരിക്കൽ ഒരു വ്യക്തി എന്നോടിങ്ങനെ പറയുകയുണ്ടായി, അച്ഛാ, എൻ്റെ അപ്പച്ചൻ കുറച്ച് നാളുകളായിട്ട് ഹോസ്പിറ്റലിലാണ്. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇനി അധികം ദിവസങ്ങളൊന്നും തന്നെയില്ല, ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക, ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ചെയ്യാനും തന്നെ ഒന്നും തന്നെയില്ല. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആ അപ്പച്ചനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ തക്കവണ്ണം തയ്യാറെടുക്കുമ്പോഴാണ് എന്നെ വിളിച്ച് ഇങ്ങനൊരു കാര്യം പറയും, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു തൈലാഭിഷേക ശുശ്രൂഷ ചെയ്തേക്കാം, വിശുദ്ധ കുർബാന കൊടുത്തേക്കാം എന്നെല്ലാം ഞാൻ പറയുകയുണ്ടായി. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. അന്ന് ദേവാലയത്തിൽ കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കവണ്ണം ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷേ എന്തോ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഒത്തിരി ആളുകളുണ്ട്. അവിടെ ഭവനത്തിൽ അവരുടെ ബന്ധുക്കളും മക്കളുമായിട്ടൊക്കെ ഒത്തിരി പേര് ആ ഭവനത്തിൽ ഇടിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു തൈലാഭിഷേക കൂദാശ അപ്പത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ എന്തോ ആദ്യകാലമായതുകൊണ്ട് ആ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് സാധാരണ ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും വൈദികൻ്റെ കരങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ആ ചെപ്പും കൂടി ഉണ്ടാകും. പക്ഷേ അന്ന് അതെടുത്തു വയ്ക്കാൻ തക്കവണ്ണം മറന്നുപോയതുകൊണ്ട് വെറും തൈലവും മാത്രമായിട്ടാണ് ഞാൻ ഭവനത്തിലേക്ക് കടന്നു ചെന്നത്. ഞാൻ ആ ഭവനത്തിലേക്ക് ചെന്ന് അവരോട് ഇങ്ങനെ പറയുകയുണ്ടായി. ചെറിയൊരു അവരുടെ മുഖത്തെ ആ ഭാവം കണ്ട് പേടിച്ച്
ഇപ്പോൾ അപ്പച്ചനെങ്ങാനും കൊടുത്ത് കഴിഞ്ഞാൽ അപ്പച്ചൻ അങ്ങനെ മരിച്ചു പോകുമോ, ഇങ്ങനെ ഭയങ്കരമായൊരു വലിയ പേടിയിലാണ് ആ ഭവനം മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ കൂദാശ ഇത് രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടിയുള്ള കൂദാശയാണ്. ഇത് മരിക്കാനുള്ള കൂദാശയല്ല. ഇത് ഒന്നെങ്കിൽ ശരീരത്തിൽ സൗഖ്യമുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിന് സൗഖ്യമുണ്ടാകും, അതും അല്ലെങ്കിൽ ആത്മാവിൽ സൗഖ്യമുണ്ടാകും. ഈ 3 തലങ്ങളിൽ തീർച്ചയായിട്ടൊരു സൗഖ്യം കർത്താവ് നൽകും. അതിനുവേണ്ടി കർത്താവ് തന്നെ ഒരുക്കിയ ഒരു വലിയൊരു കൂദാശയാണ് ഈ തൈലാഭിഷേകമെന്ന് വചനഭാഗങ്ങളിലൂടെ അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ കേട്ട വചനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒരല്പം വിശ്വാസമൊക്കെ ഭവനത്തിലുള്ള ആളുകൾക്കുണ്ടായി. എന്തായാലും ഈ അപ്പച്ചൻ ആ കട്ടിലേക്ക് കിടക്കുകയാണ്. ഞാൻ കൂദാശയെല്ലാം ചെയ്തു. ആ തൈലാഭിഷേകത്തിൻ്റെ സമയത്ത് അപ്പച്ചനോട് കുമ്പസാരിക്കാനുള്ള കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ കുമ്പസാരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു കുമ്പസാരം എടുപ്പിച്ച് പ്രാർത്ഥനകളൊക്കെ തികച്ച് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഞാൻ വിശുദ്ധ കുർബാന കൊണ്ടുവരാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. അപ്പച്ചൻ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് മരിച്ചോ എന്ന് പറഞ്ഞ് ഒരാശീർവാദം കൊടുത്ത് ഞാൻ ആ പതിയെ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇതാ മരിക്കാൻ കിടന്ന അപ്പച്ചനാണ്. പക്ഷേ എന്തോ കർത്താവ് എന്നോട് അങ്ങനൊരു വാക്ക് പറയാനാണ് എൻ്റെ മനസ്സ് അന്നേരം തോന്നിയത്. പക്ഷേ പിറ്റേ ഞായറാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ട കാഴ്ച, ഇതാ മരിക്കാൻ കിടന്ന അപ്പച്ചൻ ഇതാ ഏറ്റവും ഫ്രണ്ടിലെ നിരയിൽ ഒരു കസേരയിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്ന ഒരപ്പച്ചൻ. ഏകദേശം 10 വർഷത്തോളം ആ അപ്പച്ചൻ ജീവിച്ച് പിന്നീട് മരണമടയുണ്ടായി. നോക്കുക, എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം ഈ കൂദാശയ്ക്ക് വലിയ തലങ്ങളുണ്ട്. ഇതൊരു സാധാരണ ഒരു കൂദാശയല്ല, ഇത് സൗഖ്യം നൽകുന്ന കൂദാശയാണ് എന്ന് എന്നെ പഠിപ്പിച്ച ഒരു വലിയ കൂദാശ കൂടിയായിരുന്നു അന്നത്തെ ആ ശുശ്രൂഷ. പിന്നീട് പല തലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ഇത് അനേകരെ സുഖപ്പെടുത്താൻ കർത്താവ് അനുഗ്രഹങ്ങൾ നൽകി. എൻ്റെ അമ്മ ഏകദേശം 9 വർഷത്തോളം ആമവാദം പിടിപെട്ട് രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. അനേക ചികിത്സകൾ ചെയ്തു. യാതൊരുവിധ സൗഖ്യം ലഭിക്കാതെ വേദനകളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ധ്യാന ശുശ്രൂഷൻ്റെ ഇടവകയിൽ കടന്നു വന്നപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത് വചനങ്ങളെല്ലാം കേൾക്കുവാനും ഇതാ പശ്ചാത്തപിക്കുവാനും ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുവാനും ഇടയായിത്തീർന്ന നിമിഷങ്ങളിൽ അന്ന് കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതൽ, ഒരു സൗഖ്യം എൻ്റെ അമ്മയ്ക്ക് നൽകുകയുണ്ടായി. എന്നെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വേർതിരിച്ച് വിളിക്കപ്പെടാൻ ഇടയായിത്തീർന്നതും അന്നത്തെ ആ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം ഇത് സാധാരണ കാണാൻ തക്കവണ്ണമുള്ള നാടകങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മാത്രമല്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ട് എന്നൊരു വലിയൊരു ബോധ്യം അന്ന് ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെയൊക്കെ കടന്നു പോകുവാനും ഇത് അനേക ശുശ്രൂഷകളിൽ പങ്കാളിത്തം നിൽക്കുവാനൊക്കെ ഇടയായിത്തീർന്നതും അന്നത്തെ ആ ഒരു സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ ഓർമ്മപ്പെടുത്താൻ ഇടയായിത്തീർന്നത് ഈ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള കൂദാശകളിലൂടെ വലിയ സൗഖ്യം നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തൂത്തുകുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിലാണ്. ഇന്നും ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഒരു മാതാപിതാക്കന്മാർ ഇതാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ ഇവിടുത്തെ അഭിമന്യ പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഈ കൊച്ചിന് നമുക്കൊരു തൈലാഭിഷേക ശുശ്രൂഷ ചെയ്തേക്കാം. എന്നാൽ തൈലാഭിഷേക ശുശ്രൂഷ ചെയ്ത് ആ കുടുംബം തിരികെ പോയിട്ടുണ്ട്. 4 വയസ്സുള്ള കൊച്ചേ ഉള്ളൂ. ഇത് അല്ലെങ്കിൽ ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിക്കാൻ തക്കവണ്ണം ആ കുടുംബം തയ്യാറായി മാറി. ഇതിവിടെ ശുശ്രൂഷിക്കുന്ന ഒരു കുഞ്ഞു ബാലനുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ബാല്യകാലങ്ങളിൽ ഈ കാലിലൊക്കെ ഒരു തടിച്ച് അത് ഒരു ചെറിയ റിങ് പോലെ വന്ന് അത് മുറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ കാല് തന്നെ അറ്റുപോകുന്ന, കൈയും കാലൊക്കെ അറ്റുപോകുന്ന ഒരു വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തും ആ കുഞ്ഞിനും തൈലാഭിഷേകം നൽകി പിന്നീട് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച് നമ്മുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കാൻ ഇടയായിത്തീരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒത്തിരി ദൈവാനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ ഇടയായിത്തീർത്തു. കാരണം ഇതാ ഒരു സൗഖ്യത്തിൻ്റെ കൂദാശയായിട്ട്, ഇതൊരു അന്ത്യകൂദാശയല്ല, മറിച്ച് ഇത് സൗഖ്യം നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേകത്തിൻ്റെ കൂദാശ. യഥാർത്ഥത്തിൽ ഓരോ കൂദാശകളിലൂടെയും സൗഖ്യം നൽകാൻ ഇടയായിത്തീരുമ്പോൾ രോഗത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം കർത്താവ് ക്രമീകരിച്ച ഒരു കൂദാശ. അത് പല തലങ്ങളുണ്ട്. ഒരു രോഗത്തിന് കാരണം പലതായിരിക്കാം. ഇതാ ചില രോഗങ്ങളൊക്കെ ഒരുപക്ഷെ കർത്താവ് അനുവദിക്കുന്നതായിരിക്കാം. ചിലത് കർത്താവ് സൗഖ്യത്തിന് വേണ്ടി നൽകുന്നത് കൂടിയായിരിക്കാം. ചില രോഗാവസ്ഥകളൊക്കെ
അത് രോഗങ്ങൾ വരാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പരിശോധിക്കുമ്പോൾ 3 രീതിയിലുള്ള തലങ്ങൾ സൃഷ്ടിക്കപ്പെടാനിടയായിത്തീരുന്നുണ്ട്. ഒന്ന്, ഒരുപക്ഷെ ഒരുവൻ്റെ പാപത്തിൻ്റെ ഫലങ്ങളായിരിക്കാം. അവൻ ചെയ്തു പോയ പാപത്തിന് അനന്തരഫലമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കാം ചില രോഗാവസ്ഥകളൊക്കെ. ചില പാപാവസ്ഥകൾ ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചില രോഗങ്ങളൊക്കെ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ അത് ദൈവം അനുവദിക്കുന്നതായിരിക്കാം. ചില പാപത്തിൻ്റെ ഒന്നും അനന്തരഫലമല്ലാതെ ദൈവം പ്രത്യേക കൃപകൾക്ക് വേണ്ടിയൊക്കെ നൽകുന്നതായിരിക്കാം ചില രോഗാവസ്ഥകളൊക്കെ. അതുകൊണ്ട് തന്നെ ഏതായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ഒരു വലിയ കൃപ ഈ മേഖലയിൽ നിറയപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു രോഗശാന്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 4 പേർ ചേർന്ന് ഒരു കിടപ്പ് രോഗിയെ, തളർവാദം പിടിച്ചു കിടക്കുന്നതായ രോഗിയെ കട്ടിലിനോടുകൂടി കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായ ഭവനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് ആ തളർന്ന രോഗിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ഇത് കേട്ട അനേകർ പിറുപിറുക്കുണ്ടായി, ഇവനാരാണ് പാപങ്ങൾ ക്ഷമിക്കത്തക്കവണ്ണം? സ്വർഗത്തിലെ ദൈവം മാത്രമല്ലേ പാപങ്ങൾ ക്ഷമിക്കുന്നവൻ എന്ന് ആ ചുറ്റുപാടുമുള്ള പരീശന്മാരൊക്കെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ കർത്താവ് തിരിച്ചൊരു മറുപടി നൽകുകയാണ്, ഏതാണ് എളുപ്പം? പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അഥവാ അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? എന്നിട്ട് കർത്താവ് തിരിച്ച് ആ രോഗിയോട് പറയുന്നൊരു കാര്യമാണ്, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. അവൻ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ കാണുന്ന വലിയൊരു കാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ്റെ പാപത്തിന് ആദ്യം സൗഖ്യം നൽകുന്ന കർത്താവ്. അവൻ്റെ തളർവാദത്തിൻ്റെ ആ രോഗാവസ്ഥയ്ക്ക് പിന്നിൽ അവൻ്റെ തന്നെ ചില പാപാവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കിയ കർത്താവ് ആദ്യം അവന് സൗഖ്യം ലഭിക്കണമെങ്കിൽ ചില പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ചില ബന്ധനങ്ങളും കെട്ടുകളൊക്കെ അഴിഞ്ഞു മാറേണ്ടതുണ്ട് എന്ന ആ വലിയ ഉൾക്കാഴ്ചയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് പരിപൂർണമായി അവൻ്റെ പാപങ്ങൾക്ക് മോചനം കൊടുക്കുകയാണ്. പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. ചില രോഗാവസ്ഥകളൊക്കെ വിട്ടുമാറണമെങ്കിൽ ഒന്ന് നല്ല ഒരു കുമ്പസാരം സ്വീകരിച്ചാൽ മതി. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന് രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്തവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിപ്പാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പാപം ഏറ്റുപറച്ചിലൂടെ തന്നെ ഒരു വലിയ സൗഖ്യമുണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുമ്പസാരം എന്ന കുദാശയിലൂടെ കടന്നു പോകാനിടയായിത്തീരുമ്പോൾ ചില രോഗങ്ങളൊക്കെ ആ നിമിഷങ്ങൾ തന്നെ മാറിപ്പോകാനിടയായിത്തീരും. ചിലപ്പോൾ ചില ക്യാൻസർ രോഗങ്ങൾ പോലും മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ചില മാറാ രോഗങ്ങൾ വിട്ടുമാറിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ നല്ല കുമ്പസാരത്തിലൂടെ ലഭ്യമായ അനേകരെ എനിക്ക് തന്നെ പരിചയമുണ്ട്. കാരണം നല്ലൊരു കുമ്പസാരം എടുത്താൽ ആ നിമിഷങ്ങളിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ വിട്ടുമാറിപ്പോകും. ചില രോഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ മദ്യപിക്കുന്നൊരു വ്യക്തിയുടെ ലിവർ ചിലപ്പോൾ അത് ഇല്ലാതായി മാറും. ഉപകോലിക്കുന്നവൻ്റെ കരൾ പുക കൊണ്ട് നിറഞ്ഞ് ശ്വാസകോശമെല്ലാം അടഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാകും. അത് അവൻ്റെ പാപങ്ങൾ കൊണ്ട് വരുത്തി വയ്ക്കുന്നതാണ്. എല്ലാ മദ്യപാനിയും എല്ലാ പുകവലിക്കാരനും രോഗം വരുന്നില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില പാപങ്ങളൊക്കെ മാരക രോഗത്തിലേക്ക് നയിക്കപ്പെടാനിടയായിത്തീരും. ചിലതൊക്കെ വലിയ ക്യാൻസർ രോഗങ്ങളായിട്ട് മാറാനിടയായിത്തീരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ വായും തൊണ്ടയും ഒക്കെ ക്യാൻസർ വന്ന അനേക സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ചില രോഗങ്ങൾ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കാൻ ഇടയാക്കി തീർക്കും. എന്നാൽ അവൻ പാപത്തെ ഓർത്ത് അനുതപിച്ചാൽ ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ചില അവസ്ഥകളിൽ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യം നൽകിയ എത്രയോ അനുഭവങ്ങളും നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പശ്ചാത്തപിച്ച് അനുതപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മോചനം തേടുമ്പോൾ തന്നെ ചില രോഗാവസ്ഥകളൊക്കെ പരിപൂർണമായിട്ടും സൗഖ്യപ്പെടുമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില പാപാവസ്ഥകളൊക്കെ അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിക്കൊള്ളണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പാപമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഡയാലിസിസ്. വൃക്കരോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇന്ന് മലിനമാണ്.
ഇതാ നാം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ പാനീയങ്ങളിലും വിഷാംശങ്ങൾ നിറഞ്ഞ് അതൊരുവൻ്റെ ആന്തരിക അവയവങ്ങളെ, വൃക്കകളെയൊക്കെ തകരാറിലാക്കുന്നു. അവൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നഷ്ടപ്പെട്ടുകൊണ്ട് അവസാനം അവൻ രോഗാവസ്ഥകളിലേക്ക് വീണു പോകുന്നുണ്ട്. അത് അവൻ്റെ മാത്രം പാപാവസ്ഥകൾ കൊണ്ടല്ല, മറിച്ച് നാം ഉണ്ടാക്കുന്ന നമ്മുടെ തന്നെ ഒരു സമൂഹത്തിൻ്റെ പാപാവസ്ഥകൾ മൂലം അനേകർ രോഗികളായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ, ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗിയെ കാണാനിടയായി തീരുമ്പോൾ, അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ പാപാവസ്ഥകളുണ്ട്. അറിഞ്ഞും അറിയാതെയും ഞാനും നിങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളിലെ ഓരോ കൃഷി ഉൽപ്പന്നങ്ങളിലും അമിതമായ വിഷാംശങ്ങൾ ചേർന്ന് മലിനമാകുമ്പോഴല്ലേ ഇപ്രകാരമുള്ള രോഗങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ കാസർഗോഡ് മേഖലകളിലൊക്കെ അനേക കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുമ്പോൾ വൈകല്യമുള്ള ശരീരങ്ങളുമായിട്ട്, ഒരുപക്ഷെ തല വീർത്തും ശരീരഭാഗങ്ങൾ വീർത്തൊക്കെ വരുന്ന, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള വളർച്ചകളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ജന്മം കൊടുക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ എവിടെയൊക്കെയോ തളിക്കപ്പെട്ട എൻഡോസൾഫാൻ മുതലായ വിഷാംശങ്ങളുടെയൊക്കെ സാന്നിധ്യം നമ്മളൊക്കെ കേൾക്കാറുള്ളതാണല്ലോ. ഇതൊരു കാലഘട്ടങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധങ്ങളിൽ വർഷിക്കപ്പെട്ടതായ ആറ്റം ബോംബിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് എത്രയോ മനുഷ്യർ രോഗികളായിട്ട് ഈ ഭൂമി ജനിക്കാനിടയായി തീർന്നു. അങ്ങനെയൊക്കെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും രോഗാവസ്ഥകൾ അത് അവൻ്റെ മാത്രം പാപമല്ല, മറിച്ച് അതൊരു സമൂഹത്തിൻ്റെ പാപമാണ്. എന്നാൽ കർത്താവ് അവിടെയും വലിയ കാരുണ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി തീരുമ്പോൾ വലിയ സൗഖ്യം ദൈവം അവിടെയും വർഷിക്കുവാനിടയായി തീരുന്നുണ്ട് എന്ന് വചനഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കട്ടെ, ആ പ്രാർത്ഥനകളൊക്കെ അവനെ സുഖപ്പെടുത്താൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സുഖപ്പെടുത്തുന്ന കർത്താവുണ്ട്. ജ്ഞാനത്തിന് പുസ്തകം 16-ാം അധ്യായം 12-ാം വചനം ഓർമ്മപ്പെടുത്തുകയാണ്, മരുന്നോ ലേപനോ ഔഷധമല്ല കർത്താവേ, അങ്ങയുടെ വചനമാണ് അവരെല്ലാം സുഖപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, യേശു പത്രോസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പത്രോസിന് അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. യേശു അവളെ സ്പർശിച്ചു, അവളുടെ പനി വിട്ടുമാറി, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു നിന്നപ്പോൾ ആ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കരസ്പർശനം ഏറ്റ നിമിഷങ്ങളിൽ തന്നെ ആ വ്യക്തിയുടെ മേൽ സൗഖ്യം നിറയപ്പെടുകയും അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പിന്നീട് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ 14-15 വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, പിന്നെ സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവൻ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തികളെയും അവൻ്റെ ആഗ്രഹമനുസരിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ക്നാനായക്കാരിയായ ഒരു സ്ത്രീ തൻ്റെ മകളുടെ മേൽ നിലനിൽക്കുന്നതായ പൈശാചിക പീഡയെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. കർത്താവേ, എൻ്റെ മകളോട് കരുണ തോന്നണം. അവൾ നിലവിളിച്ചുകൊണ്ട് പുറകെ കൂടുമ്പോഴും യേശു അവളെ വലിയ കാര്യമായി പരിഗണിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ലീഹന്മാർ യേശുവിനെ വിളിച്ച് പറയുകയാണ്, ഇവൾ എത്രയോ നേരമായി നിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്നു, നീ എന്തുകൊണ്ട് ഇവളെ കാണാതെ പോകുന്നു? യേശു അവളെ തിരിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്കാണ്. എന്നാൽ അവൾ തിരിഞ്ഞ് ഇങ്ങനെ ഒരു മറുപടി നൽകുകയാണ്, നായ്ക്കൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ കൊണ്ട് തൃപ്തി അടയാറുണ്ടല്ലോ. അവളുടെ വിശ്വാസം കണ്ടുകൊണ്ട് ആ യേശുക്രിസ്തു അവളോട് പറയുന്നൊരു വാക്കിങ്ങനെയാണ്, ഈ നിമിഷം മുതൽ തന്നെ നിൻ്റെ മകൾ സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാക്കിലൂടെ ആ മകൾ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അവിടുന്ന് തന്നെ വചനമയച്ച് വിനാശത്തിൽ നിന്ന് വിടുവിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഉണ്ടോ, അവിടുന്ന് തൻ്റെ വചനം അയച്ച്. അപ്പോൾ സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വളരെ ശക്തമായിട്ട് ദാവീദ് എഴുതി വച്ചിരിക്കുകയാണ്,
അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം ഒരു മേഖലകളിൽ നിറയപ്പെടാനിടയായി തീരുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്. ഓരോ തൈലാഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ വഴി ഇതാ ഒരു വചനത്തിൻ്റെ കൃപ ആ മേഖലയിലെല്ലാം നിറയപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. അവിടെ സൗഖ്യത്തിന് വേണ്ടി വചനം ശ്രവിക്കുന്ന, പശ്ചാത്താപത്തിലൂടെ അനുതാപത്തിലൂടെ കടന്നുപോയി ഒന്ന് കുമ്പസാരിക്കാൻ തയ്യാറായി മാറുന്ന, പശ്ചാത്താപത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായി മാറുന്ന ഓരോ വ്യക്തിക്കും ആ നിമിഷങ്ങളിൽ തന്നെ സൗഖ്യമുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഓരോ ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങളും രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഹോസ്പിറ്റലുകളിലേക്ക് ഓടുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന മനോഭാവം ഉണ്ടായിട്ടുണ്ടോ? ആ പാപാവസ്ഥകളാണോ എന്നെ രോഗിയാക്കിയിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ആ പാപത്തെ ഓർത്തൊന്ന് പശ്ചാത്തപിച്ചാൽ ചിലപ്പോൾ ആ നിമിഷങ്ങൾ തന്നെ രോഗങ്ങൾ മാറും. ചില മൈഗ്രീനുകൾ, ചില തലവേദനകൾ, ചില രോഗാവസ്ഥകളൊക്കെ ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇന്ന് ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ട്, മനസ്സിൽ ആരോടെങ്കിലൊക്കെ ഒരല്പം വെറുപ്പും വിദ്വേഷവും നിറയുന്ന തലങ്ങളാണെങ്കിൽ അനേക തരത്തിലുള്ള 40-50 തരത്തിലുള്ള രോഗങ്ങൾ ഒരു മനുഷ്യനെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ രോഗങ്ങൾ വരെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ നിന്ന് ഈ പാപം എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ക്ഷമിക്കാനുള്ളവരോടൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം ആ നിമിഷങ്ങളിൽ നിറയപ്പെടാൻ ഇടയാക്കി തീർക്കും. വചനങ്ങളെല്ലാം നിരന്തരം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. ഇതാ ചില പാപാവസ്ഥകൾ രോഗത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ചില രോഗങ്ങളുടെ പിന്നിൽ ചില പാപാവസ്ഥകളുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏറ്റുപറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ നിമിഷങ്ങളിൽ തന്നെ സൗഖ്യം നിറയപ്പെടാൻ ഇടയാക്കി തീർക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ലോകം മുഴുവൻ വലിയ വിനാശങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണല്ലോ. വലിയ രോഗങ്ങളിലൂടെ, ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെ, മഹാമാരികളിലൂടെ, പ്രത്യേകിച്ച് COVID-19 എന്ന് പറയപ്പെടുന്നതായ മഹാമാരിയിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ദൈവം എത്രയോ സുരക്ഷിതത്വം നമുക്കെല്ലാം നൽകുന്നുണ്ട്. ദൈവം എത്രയോ സംരക്ഷണം നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിലും സൗഖ്യം നൽകുന്നൊരു കർത്താവുണ്ട്. സംരക്ഷണവും സൗഖ്യം നൽകി നമ്മെ സുരക്ഷിത വലയത്തിൽ ചേർക്കുന്നൊരു കർത്താവുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. സങ്കീർത്തന പുസ്തകം 91 പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ഒരു വശത്ത് 1000-ങ്ങളും നിൻ്റെ വലതുവശത്ത് 10,000-ങ്ങളും വീണാലും നിൻ്റെ കൂടാരത്തിൽ ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കണ്ടോ, നിൻ്റെ കൂടാരം ഉറച്ചു തന്നെ നിൽക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു കർത്താവ് നേരത്തെ കൊണ്ടുപോയേക്കാം. ചില മരണങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കാം. എന്നാൽ ചില അവസ്ഥകളിലും നമ്മളെ സുരക്ഷിതമായ കരങ്ങളിൽ ചേർത്ത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് പര്യാപ്തനാണ് എന്ന് വചനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് സ്നേഹപൂർവ്വം ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരായിട്ട് മാറാം. കർത്താവിൻ്റെ ദാനമാണ് സൗഖ്യാവസ്ഥ. ശാന്തമായ ഹൃദയം, അതാണ്. കാരണം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്, ഈ ശരീരം ദൈവത്തിൻ്റെ നിർമ്മിതമല്ലേ, കർത്താവല്ലേ ഇതിൻ്റെ ഉടയവൻ. ഇവൻ അവിടെ നിന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മണ്ണ് കുഴച്ച് ഈ ശരീരത്തിന് രൂപം നൽകിയെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ എൻജിനീയറിങ്, എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് കർത്താവല്ലേ. അതുകൊണ്ട് കർത്താവിന് അറിയാമല്ലോ ഒരു കോശത്തിന് ഒരു കേട് സംഭവിച്ചാൽ എങ്ങനെ അതിനെ സൗഖ്യപ്പെടുത്താമെന്നുള്ളത്. ജന്മനാന്തനായ മനുഷ്യൻ്റെ അടുത്തുകൂടി കടന്നു പോയപ്പോൾ കർത്താവ് ചെയ്തതെന്താണ്? അവിടുന്ന് മണ്ണ് കുഴച്ച് ഒരു കണ്ണുണ്ടാക്കി ആ കണ്ണില്ലാത്തവൻ്റെ ആ ശൂന്യമായ അവസ്ഥകളിലേക്ക് കണ്ണ് വെച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ശീലോഹ കുളത്തിൽ പോയി കുളിക്കുക, നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും. കണ്ടോ, ഭൂമിയിൽ മനുഷ്യൻ രൂപം നൽകിയവൻ, ഓരോ ശരീരകോശങ്ങളെയും നിർമ്മിച്ചവൻ അവിടുന്ന് പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് കടന്നു വരിക, ഇതെല്ലാം സൃഷ്ടിച്ചതും നിർമ്മിച്ചതും ഇതിനെ നിയന്ത്രിക്കുന്നതും എല്ലാം ഞാനാണ്. കർത്താവ് ക്രൂസിലൂടെ ഒഴുക്കുന്ന രക്തത്തിൻ്റെ അവസ്ഥകളിലൂടെ വീണ്ടും ഓരോ കോശങ്ങളെയും ശുദ്ധീകരിക്കാൻ കർത്താവ് പ്രാപ്തനാണ്.
ഓരോ വിശുദ്ധ ബലിയിലും ആ ബലിപീഠത്തോടൊന്ന് ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആശീർവാദം നമ്മളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സൗഖ്യമാകുന്ന ഒന്നാണ് നമ്മുടെ ഈ ജീവിതവും ജീവനും ശരീരവുമെല്ലാം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂദാശകളെക്കുറിച്ചുള്ളതായ നല്ല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകട്ടെ. രോഗം വരുമ്പോൾ കർത്താവ് സന്നിധിയിലേക്ക് കണ്ണുനീരോടെ കടന്നു വന്നുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സൗഖ്യദായകമായ ജീവിതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്ന ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.